എന്നോട് ജിനസാർ തന്നെയാണ് പറയുന്നത്, കാണാതായ പെൺകുട്ടി, ഉത്തരം കാണാതായ പെൺകുട്ടിയൊക്കെ പോലെ ഉള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിന്റെ ത്രില്ലർ സിനിമയെക്കാളിലും നല്ല ടെൻഷനല്ലേ ഞാനിപ്പോൾ നിനക്ക് തന്നത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിനക്കൊരു ടെൻഷൻ തന്നത്, നമ്മൾ പടം ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ വൈഫ് ഫോൺ മേടിച്ചിട്ട് സംസാരിച്ചു. ഞാൻ പ്രേമലു കണ്ടിരുന്നു, അത് വേറൊരു ജോണർ സിനിമയാണ്, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ജോണർ ആളുകളിലേക്ക് എത്തുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു അപ്രീസിയേഷൻ. ഭദ്രൻ സാർ എന്നെ വിളിച്ചിട്ട് നമ്മുടെ കള്ളത്തരം വേറൊരാൾക്ക് മനസ്സിലാവുമല്ലോ, അപ്പം എന്നോട് നീ ഒരു ട്രിക്കി ഡയറക്ടറാണ്, ഈ പറഞ്ഞ പോലെ ഇന്ന കാര്യങ്ങളൊക്കെ നീ കവറപ്പ് ചെയ്തു. സംവിധായകൻ ഡാർവിൻ കുര്യാക്കോസ് ആണ് ക്യൂ സ്റ്റുഡിയോയിൽ. ഡാർവിൻ അപ്പോൾ ഫെബ്രുവരിയിലെ ഒരു സക്സസ്ഫുൾ ഫിലിമുമായിട്ട് ഡെബ്യൂ ഫിലിമാണ്. ശരിക്കും ഫസ്റ്റ് ഫിലിം രീതിയിൽ പ്ലാൻ ചെയ്തത് സത്യത്തിൽ അന്വേഷിപ്പും കണ്ടെത്തുമായിരിക്കുന്നില്ലല്ലോ? അല്ല, ഫസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത്. അതും ഒരു 3 വർഷം മുമ്പ്. അത് ഓൾമോസ്റ്റ് ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് പറയുകയും പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുകയും, ജിനു തന്നെയായിരുന്നു അതിൻ്റെ റൈറ്റർ. അങ്ങനെ ഞാനും ജിനു സാറോട് അതിൻ്റെ എഴുത്ത് പരിപാടികളൊക്കെ, ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നത്, സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എഴുത്ത്, സെക്കൻഡ് ഹാഫിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ എഴുത്ത് മുന്നോട്ട് പോയില്ല. ആ സമയത്ത് ജിനുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ എന്നോട് ഷെയർ ചെയ്യുകയും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടാണ് അന്വേഷിപ്പും കണ്ടെത്തിലേക്ക് വരുന്നത്. എന്തായാലും ഇതിൻ്റെ ആദ്യ ഐഡിയ, കാരണം വെച്ചാൽ നമ്മൾ സിനിമ നോക്കുവാണെങ്കിൽ 2 കേസുകളാണ്, 2 കേസ് മാത്രമല്ല 2 ജിയോഗ്രഫിയാണ്, കാലം തന്നെ 2 രീതിയിൽ വ്യത്യാസമാണ്, 2 ഭൂപ്രകൃതികളിലെ 2 തരം മനുഷ്യരാണ്. എന്നാൽ കേസന്വേഷണം എന്നുള്ളതിലേക്ക് പല സമാനതകളുണ്ട്. നമ്മളൊരു ഇപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞു കാണാതായ പെൺകുട്ടിക്ക്, എനിക്ക് തോന്നുന്നതിൽ കാണാതായ പെൺകുട്ടിക്ക് ഈ പറഞ്ഞ മുറുക്കാൻ കട സീൻ, ബസ്, അങ്ങനെ പലതരത്തിലും കാണാതായ പെൺകുട്ടിക്ക് ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ പല സീൻസ് തന്നെയുണ്ട്. നമുക്ക് ആ സിനിമ ഓർമ്മിപ്പിക്കുന്ന സീൻസ് തന്നെ പല സ്ഥലത്തും ഉണ്ട്. ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇപ്പം നേരത്തെയും ജിനുവായിട്ടാണ് അസോസിയേറ്റ് ചെയ്തത്, പക്ഷേ ഈ സിനിമ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഫിലിം ഇതായിരിക്കണം എന്ന് തീരുമാനിക്കാൻ പ്രാപ്തമായ എന്ത് കാര്യമായിരുന്നു ഇതിൽ അട്രാക്ട് ചെയ്തത്? മനേഷേട്ടൻ പറഞ്ഞ പോലെ ജിൻസാർ എൻ്റെ അടുത്ത് പറയുമ്പം നമുക്കൊരു പീരിയഡിൽ പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് ആദ്യം പറയുന്നത്. പുള്ളിയുടെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ത്രില്ലർ സിനിമകൾ പുള്ളിക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ജോണറാണ്. പിന്നെ അത് നന്നായിട്ട് എഴുതാൻ പറ്റുന്നൊരു റൈറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്നെ അട്രാക്ട് ചെയ്ത കാര്യം ഇതിന് ഒരു ത്രില്ലർ സബ്ജക്റ്റ് നമുക്ക് പിടിച്ചാലോ എന്നുള്ള ചോദ്യത്തിലായിരുന്നു. അതിൽ നിന്ന് എന്നോട് ജിൻസാർ തന്നെയാണ് പറയുന്നത്, കാണാതായ പെൺകുട്ടി, ഉത്തരം കാണാതായ പെൺകുട്ടിയൊക്കെ പോലെ ഉള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെന്നാൽ ശരി, ഓക്കെ, നമുക്കത് ഒന്ന് ആലോചിച്ച് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് ശരിക്കും ആലോചന മുന്നോട്ട് പോകുന്നത്. അവിടുന്ന് മുന്നോട്ട് പോകുന്നതോറും നമ്മളെ അട്രാക്ട് ചെയ്യിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പീരീഡാണ്, പിന്നെ 2 കഥകളാണ്. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മളെ 2 ജിയോഗ്രഫിയിൽ അത് പറയാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മളെ അത് സിനിമയിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇതിലെ ഒരു SI ആനന്ദ് നാരായണൻ എന്ന് പറയുന്ന പുതുതായിട്ട് സബ് ഇൻസ്പെക്ടറായി ചാർജ് എടുക്കുന്ന വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു ഓഫീസറാണ്. പക്ഷേ ഒരു സിനിമാറ്റിക് ആഡ് ഓൺസ് ഒന്നും ആ ക്യാരക്ടറിലേക്ക് അധികം കൊടുക്കാതെ ഒരു സർവ്വസാധാരണത്വത്തിലാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ശരിക്ക് തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് അത്രമേൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നോ ഈ പറയുന്ന ക്യാരക്ടറിന് ഇത്രമേൽ വെയിറ്റ് ചെയ്യണത്? ഈ പറയുന്ന നമ്മളിപ്പോൾ ടൊവിനോ പോലത്തെ ഒരു ആക്ടറെ വെച്ചിട്ട് ഒരു സ്റ്റാർ ഡ്രിവൺ പോലീസ് സ്റ്റോറിയാണല്ലോ പലപ്പോഴും വരിക. നമ്മൾ ഈ പറഞ്ഞ 2 തരം സിനിമ, ഇപ്പം മുഖം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ ബൽറാം ഉണ്ട്, 2 തരം സിനിമകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരുന്നു? ഈ കഥ തന്നെയായിരുന്നു? കഥയായിരുന്നു നമ്മുടെ കോൺഫിഡൻസ്. പിന്നെ ടൊവിയുടെ തന്നെ, ടൊവി ബ്രോ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം നോക്കുമല്ലോ, ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് നമ്മൾ സിനിമ ചെയ്യുമ്പോഴത്തേക്കും എന്തായിരുന്നു അതിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ എന്നുള്ള നോക്കിയപ്പം അതിൽ നിന്ന് അങ്ങനത്തെ ഒരു സിനിമാറ്റിക് സാധനം അല്ലാതെ ഉള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പിടിക്കാന്നുള്ള ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഇപ്പം ഞാനും എൻ്റെ DOP കൂടെ ഡിസ്കസ് ചെയ്തപ്പോഴാണെങ്കിൽ പോലും ക്യാരക്ടേഴ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രം ക്യാമറ മൂവ് ചെയ്താൽ മതി എന്നുള്ളായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡിസിഷൻ. അപ്പം എല്ലാവർക്കും അത് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിനോട് അംഗീകരിക്കാൻ, ഇപ്പം മനേഷേട്ടൻ പറഞ്ഞ പോലെ സിനിമാറ്റിക് സാധനങ്ങൾ കുറവാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഷൂട്ടിൻ്റെ സമയത്തും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം അന്നേരം ഞങ്ങൾ ഡിസൈഡ് ചെയ്ത കാര്യം നമ്മൾ ക്യാരക്ടേഴ്സ് മൂവ് ചെയ്യുമ്പോൾ ക്യാമറയും മൂവ് ചെയ്യുക, അല്ലാതെ ചുമ്മാ അങ്ങനത്തെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന മേക്കിംഗ് ഇതായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഥ പറച്ചിൽ രീതിയിലാണെങ്കിലും ഇപ്പം ഈ പോലീസ് ജീപ്പിനകത്തേക്ക് കയറി അതിനകത്തുള്ള സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ ഈ കിണറ്റിൻ്റെ മേളിൽ ഒരാൾ കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഇറയത്തിരുന്ന, അത് നമ്മളുടെ ഒരു സിനിമാറ്റിക് നൊസ്റ്റാൾജിയ കണക്ട് ചെയ്താൽ 80s 90s സിനിമകളിലെ ഈ നേരത്തെ ഉത്തരവും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം, ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു അവതരണ രീതിയെ കൂടി അഡാപ്റ്റ് ചെയ്യാൻ, അത് പുതിയ കാലത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് സീക്വൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ
അങ്ങനെ മനഃപൂർവ്വം നമ്മൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ഈ സിനിമകളൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇറയത്തിരുന്ന് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു മീൻകാരനോട് ഇൻഫർമേഷൻ ചോദിക്കുന്നതും ഒക്കെ ഇപ്പോൾ സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിലും അന്നത്തെ കാലത്ത് ടെക്നോളജിയുടെ ഹെൽപ്പ് ഒന്നും ഇവർക്ക് കിട്ടില്ല, ചെയ്യാൻ പറ്റില്ല. ഇപ്പം മീഡിയാസ് ഇല്ല ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ അവർക്കൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അന്നില്ല. അപ്പം പിന്നെ ഇവർക്ക് ചോദിച്ചു പോയി മാത്രമേ ഇത് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഉത്തരം എന്ന് പറയുന്ന സിനിമയിലാണെങ്കിലും മമ്മൂക്ക ഇറങ്ങി അന്വേഷിച്ചു പോവാണ്. അപ്പം നമ്മൾ അതേ രീതിയിൽ തന്നെയാണ്, സ്ക്രിപ്റ്റിംഗ് അല്ല ഞാൻ പറയുന്നത്. നമ്മൾ അന്നേരം ഈ ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ എങ്ങനെയായിരിക്കാം അയാൾ ആരോടൊക്കെ ആയിരിക്കാം ആ നാട്ടിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം അയാൾ അത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചിരുന്നു. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പം നമ്മളൊരു എക്സ്റ്റീരിയർ ഷോട്ട് വെക്കുമ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പം അകത്തിരുന്ന് സംസാരിക്കേണ്ട മാറ്റർ പുറത്തേക്ക് ഇറക്കുന്നു എന്നുള്ളത് നമ്മുടെ കോളാണ്. ഇപ്പം സ്ക്രിപ്റ്റിങ്ങിൽ അവരിരുന്ന് സംസാരിക്കണം എന്നുള്ളത് എഴുതുമ്പോൾ അത് എവിടെ ഇരുന്ന് സംസാരിക്കണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ആൾക്കാർക്ക് ഒരു നൊസ്റ്റാളജി, അല്ലെങ്കിൽ അവർ കുറേ ആയിട്ട് മിസ്സായിട്ട് കിടക്കുന്ന കുറച്ച് ഏരിയാസ് നമ്മൾ ആദ്യം തന്നെ ലൊക്കേഷൻ ഹണ്ടിങ്ങിൻ്റെ സമയത്ത് പ്രൊഡക്ഷൻ ഡിസൈനറുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട്, ഇപ്പം സെക്കൻഡ് ഹാഫിൽ മനേഷായിട്ട് നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മറ്റേ ഇവര് ഒരു കിണറ്റിൻകരയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്, പിയൂണിനോട് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ആ വീടിന് വേണ്ടി നമ്മൾ കട്ടപ്പനയിൽ കുറേ ലൊക്കേഷൻസ് നോക്കിയതാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ഇതുപോലെ കിട്ടണമല്ലോ കിട്ടാനായിട്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ആ വീട്ടിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടാസ്കുകളുണ്ട്. കാരണം ക്യാരവാൻ ചെല്ലത്തില്ല, നമ്മൾ വണ്ടിയെ ചെല്ലുന്നിടത്തുനിന്ന് പിന്നെ ജീപ്പിന് കയറി പോകണം, വെള്ളം ഇല്ലാത്ത ഒരു പുഴയുണ്ട് അതിന് വാതിക്കൽ. അപ്പം നമ്മൾ അങ്ങനത്തെ ആ മാറ്റർ പറയുമ്പോൾ വിഷ്വലി കുറച്ചുകൂടി ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ തോന്നിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് പറയാമെന്നുള്ളത് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നു. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൗലി കേസിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ക്രൈം സീനിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ആ കൊലപാതകവും അതിനുശേഷവും സംഭവിച്ചു എന്നുള്ളിടത്ത് നിങ്ങൾ കുറേ കൂടി ഡീറ്റെയിലിംഗ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ടോട്ടൽ ആക്ട് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഈ പുതിയ സിനിമയുടെയൊക്കെ ഒരു പേസ് സെറ്റ് ചെയ്യുന്നതിലെല്ലാം വളരെ ഫാസ്റ്റായിട്ട് വളരെ മിനിമലായിട്ട് ചെയ്യാൻ തയ്യാറാവില്ല. ചിലപ്പോൾ ആ സീൻ കാണിക്കുന്നു, പിന്നെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കും കാണിക്കാൻ പറ്റില്ല. കുറച്ചുകൂടി ഡീറ്റെയിലിംഗ്, അതായത് ആ പറയുന്ന ആ ക്രൈം എത്രത്തോളം ഭീതിതമാണ്, എന്താണ് ചെയ്തതെന്നുള്ള ഒരു ടോട്ടൽ ആക്ടൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ ആ ബോഡിയുടെ സീക്വൻസിലൊക്കെ. അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തുള്ളൊരു ഡിസിഷൻ എന്തായിരിക്കുന്നു? ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം തിയേറ്ററിൽ ഇപ്പം എത്തേണ്ട സിനിമ ഇതിൻ്റെ പേസ് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി തുടക്കം മുതൽ പിടിച്ചിരുന്നു അല്ലേ? അതിൻ്റെ ഒരു പേസ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്തിരുന്നു. അപ്പം ആ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് എഡിറ്റിംഗ് ടേബിളെ വേണമെങ്കിലും അത് കുറയ്ക്കാം. അപ്പം നമ്മൾ ആ സമയത്തും നമ്മൾ എഡിറ്റർ എടുത്ത് എത്തുന്ന സമയത്തും ആ ഡീറ്റെയിലിംഗ് തന്നെയാണ് അതിൻ്റെ ഭംഗി എന്നുള്ളത്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാം, എഡിറ്റിംഗ് ടേബിളെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ പേസ് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിൽ കണ്ട പേസ് തന്നെയായിരുന്നു ആ സമയത്ത് വന്നപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും അതിനെ ആ രീതിയിൽ തന്നെയായിരുന്നു ട്രീറ്റ് ചെയ്യാനായിട്ട് അവരും മനസ്സിൽ കണ്ടത്. അപ്പം അതാണ് ആ ഡീറ്റെയിലിങ്ങിൻ്റെ സമയത്ത് ഈ കൺഫ്യൂഷൻസ് നമുക്കും ഉണ്ടായിരുന്നു. അത്രയും ഈ പറയുന്ന പോലെ നമ്മൾ അത്ര ഡീറ്റെയിലിംഗ് വേണം. നേരെ കൊലപാതകം കഴിഞ്ഞു, ഇല്ലെങ്കിൽ ആ ബോഡി കൊണ്ടുപോകുന്ന പിന്നെ ബോഡി ഇട്ടു നേരെ അതിലേക്ക് ആ മാറ്ററിലേക്ക് പോകാന്നുള്ളത് പറഞ്ഞപ്പോഴും അത് വേണ്ട, നമ്മൾ ആ ഒരു ഡീറ്റെയിലിംഗ് അവിടെയൊക്കെയാണ് നമ്മൾ ലൊക്കേഷൻസിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് നമുക്ക് മീൻസ് ആ ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് നമ്മൾ ആ ലൊക്കേഷൻസും ആ നൈറ്റിൽ അത് പറയുകയും അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസും ഒക്കെ വരുമ്പോൾ ആൾക്കാരെ ബോറടിപ്പിക്കത്തില്ല എന്നുള്ളൊരു സാധനം തോന്നിയിരുന്നു. ഇല്ലെങ്കിൽ ലാഗാണെന്നുള്ള കാര്യം ആദ്യമേ ചില ഏരിയാസ് വരുമ്പോഴത്തേക്കും ആൾക്കാർ പറയുമല്ലോ, അതിനെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കവറപ്പ് ചെയ്യാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്ക്രിപ്റ്റിൽ പഴയ കാലഘട്ടം എന്നുള്ളത് എത്ര എഴുതി മുന്നോട്ട് പോകാൻ പറ്റും? കാരണം ഡാർവിൻ ആണെങ്കിലും ജിനു ആണെങ്കിലും ആ കാലഘട്ടത്തിൽ കൂടി പ്രായത്തിൻ്റെ ഒരു ഘട്ടം കടന്നു പോയിട്ടുള്ള ആളുകളാണ്. ഈ പറഞ്ഞ പീരീഡിൽ ഞാൻ പറഞ്ഞൊരു 80s മിഡ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അതേസമയം തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് പോരല്ലോ, അതിൻ്റെ ഒരു വിഷ്വലൈസേഷനിൽ കുറച്ചുകൂടി ഒരു പാടുപെടേണ്ടി വരുമല്ലോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ കൂടുതലായി വരുന്നത് നമ്മുടെ റബ്ബർ തോട്ടങ്ങൾ അതിൻ്റെ പശ്ചാത്തലമാണ്. ഇപ്പോഴത്തെ ഒരു കപ്പക്കാലായാണ് നമ്മൾ കുറേ കാലമായി മലയാള സിനിമയിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല അത്തരം ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പം പറയുന്ന സ്ഥലം ഒന്ന് നമ്മുടെ ചെറുവള്ളിയാണ്, ഒന്ന് കോട്ടയമാണ് അല്ലേ? ഈ രണ്ട് സ്ഥലത്താണല്ലോ നടക്കുന്നത്. ഈ പറയുന്ന ഒരു ജിയോഗ്രഫി സെറ്റ് ചെയ്തെടുക്കുന്നതിൽ ടാസ്ക് പാർട്ട് എന്തായിരുന്നു? ഇപ്പോൾ എഴുത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എന്താണ് റൈറ്റർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ ഞാനും ജിൻസാറും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഷൂട്ടിലേക്ക് വരുമ്പം നമ്മുടെ കൂട്ടത്തിലൊരു നല്ല ടീം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം നമ്മുടെ ലൊക്കേഷൻ ഹണ്ടിങ്ങിൻ്റെ സമയത്താണെങ്കിൽ പോലും പ്രൊഡക്ഷൻ ഡിസൈനറും ഞാനും ഒക്കെ സിനിമയിൽ നമ്മുടെ ഈ സിനിമ കൊണ്ട് പരിചയപ്പെട്ട ആൾക്കാരല്ല, നേരത്തെ നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നമുക്ക് പുള്ളിയോട് നമുക്കിത് വർക്കല്ല, അത് കുറച്ചുകൂടി ഒരു ഫ്രീഡം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻസ് കാണാൻ വേണ്ടി പോവും. ഈ ചെറുവള്ളി എന്ന് പറയുന്നൊരു കവല നമ്മൾ ക്രിയേറ്റ് ചെയ്താണ്, സെറ്റ് ഇട്ടതാണ് ആ കവല ഫുള്ള്. അപ്പം നമ്മൾ ആദ്യം അത് കവല കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതിനു മുമ്പ് വേറൊരു ഡയറക്ടറായിരുന്നു നമ്മുടെ സിനിമയിൽ. അപ്പം
പുള്ളിക്ക് വേറൊരു മൂവി വന്നിട്ട് നമ്മുടെ ഷൂട്ടിൻ്റെ ഡേറ്റ് മാറിയപ്പം ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് പുള്ളിക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ ദിലീപിന് വേറൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒരു ചെറിയ ക്ലാഷ് വന്ന് ദിലീപ് ആ സമയത്ത് ഫ്രീ ആയി. അങ്ങനെയാണ് ദിലീപിനെ ആദ്യം വെച്ചിട്ട് ഡേറ്റ് ഇഷ്യൂ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയതായിരുന്നു. അപ്പോൾ ദിലീപ് വരുമ്പം ഈ ചെറുവള്ളി ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലമുണ്ട് ഒരു കവല. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സ്ഥലം വരെ ഞങ്ങൾ ലൊക്കേഷൻ കാണാനായിട്ട് ഞാൻ വേറൊരു ആർട്ട് ഡയറക്ടറുമായിട്ട് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് ദിലീപ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ദിലീപിനോട് പറയുന്നുണ്ട് എനിക്കത് വർക്കല്ല, ഞാൻ കണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ദിലീപ് ഒരു ചായ കുടിക്കാണ്ട് ഞങ്ങൾ അവിടെ നിർത്തി. ചായ കുടിക്കുന്ന കൊടുത്ത് ചുമ്മാ നടന്നതാണ്. ഞാൻ ദിലീപിനെ ചുമ്മാ വർത്താനം പറഞ്ഞ് നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ താഴെ ഒരു ചെറിയ പാലം കയറി പോകുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം കണ്ടു. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ദിലീപ് പറഞ്ഞു ഇവിടെ ആ കവല കിട്ടാൻ ഭയങ്കര രസമായിരുന്നു എന്നുള്ളൊരു ഐഡിയ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ആ ചായ കുടിച്ച സ്ഥലത്ത് നമുക്ക് ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു സീൻ വേണമെങ്കിൽ നമുക്ക് ആ താഴേക്ക് ഇറക്കി ഷൂട്ട് ചെയ്യാം. കാരണം ഫുൾ കവല അവിടെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളത് പറഞ്ഞു പോകുന്നു. പിന്നെ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കുകയും പ്രൊഡക്ഷനോട് ചോദിച്ചപ്പോഴത്തേക്കും പ്രൊഡ്യൂസർ നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ബഡ്ജറ്റ് നോക്കണ്ട, ഈ പറയുന്ന പോലെ നമുക്ക് ബഡ്ജറ്റിൻ്റെ കൺസേൺ വെക്കണ്ട, നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നോക്കിക്കോളാൻ പറയുന്ന ഒരു പ്രൊഡക്ഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പം നമ്മളെന്നാൽ അങ്ങനെ ഒരു പ്ലാനിലേക്ക് മാറി. പക്ഷേ ഇത് പെർമിഷൻ കിട്ടത്തില്ല ആ സമയത്ത്. ട്രിവാൻഡ്രത്തുനിന്ന് വേണം പെർമിഷൻ വരാനായിട്ട്. അത് ശരിക്കും ഡാം വെള്ളം നിറയുമ്പോഴത്തേക്കും എന്തോ തുറന്നു വിടുന്ന സ്ഥലമാണത്. അപ്പോൾ അത് ആ കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ ഇവരിതും നമുക്ക് ഷൂട്ടിന് വേണ്ടി തരത്തില്ല. അപ്പം പക്ഷേ നമുക്കിത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാനിത് വേണമെന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ദിലീപ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനറാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. കാരണം അയാൾക്ക് ഷൂട്ട് തുടങ്ങാൻ പോകുന്നു, അയാൾക്കിത് സെറ്റ് വർക്ക് നടത്തണം. അപ്പോൾ പുള്ളി എന്നെ കൊണ്ടുപോയി തൊടുപുഴ വേറെ ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് പിന്നെ വർക്കല്ല. അപ്പം ഞാൻ പുള്ളിയോട് പറയുന്നത് എനിക്കത് മതി. അപ്പോൾ പ്രൊഡക്ഷനോട് ഞാൻ പറയുന്നത് ആ ലൊക്കേഷനിൽ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പോകുന്നു. അപ്പോൾ ഇവർ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. അപ്പോൾ ദിലീപിന് ഓരോ ദിവസം കഴിയും തോറും പുള്ളിയുടെ വർക്കിനെയാണല്ലോ ഇത് ബാധിക്കുന്നത്. പക്ഷേ അവസാനം അതിൻ്റെ പെർമിഷൻ കിട്ടിയ സമയത്ത് ദിലീപ് ഒരു പരാതിയും കൂടാതെ രാവിലെയും രാത്രിയും പകലും എല്ലാം നിന്നിട്ട് പുള്ളി അതിനെ പണിക്കാരുടെ സ്ട്രെങ്തും കൂട്ടി. അപ്പോൾ പ്രൊഡക്ഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ദിലീപ് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തപ്പോഴാണ് നമുക്ക് ഈ കവല അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കുറച്ചുകൂടി അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ശരിക്കും 80s 90s ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് നല്ലൊരു ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു ടീമും കൂടെ വരികയും ഇപ്പം DOP ഗൗതം എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ലൊക്കേഷൻ കാഴ്ച തൊട്ട് ഫൈനൽ മിക്സ് വരെ ഈ സിനിമയ്ക്ക് ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പുള്ളിയുടെ വർക്ക് കഴിഞ്ഞ് പുള്ളി പോയി എന്നുള്ളതൊന്നുമില്ല. ഇപ്പം ഞാൻ ചിലപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അവിടെ ഫ്രണ്ട്ഷിപ്പ് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുന്നത് ഗൗതമായിരിക്കാം. പിന്നെ നമുക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഭംഗിയായിട്ട് പുള്ളി ഇപ്പം നമ്മളവിടെ കവല സെറ്റ് ഇട്ടു, പക്ഷേങ്കിൽ നമ്മൾ അതിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത് എല്ലാവരുടെയും ടേസ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. എല്ലാവരും ഈ കാലഘട്ടത്തിൽ കൂടെ കടന്നു വരിക അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുള്ള സിനിമകളും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇതിലിപ്പം 2 മർഡർ കേസാണല്ലോ. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിർബന്ധമില്ല ഈ മർഡറിൽ ഈ പറയുന്ന ഒരു ഫിനാലെ പോലെ ഒരു ക്ലൈമാക്സിലൊരു കിക്ക് കൊണ്ടുവരണം. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എന്തായാലും നിർബന്ധമുണ്ടല്ലോ, സിനിമ തീർന്ന സംഗതിയാണല്ലോ. ഇത് ഈ പിന്നെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫൊക്കെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്? ഞാൻ പറഞ്ഞ 2 ഒരു എപ്പിസോഡിക് സ്വഭാവത്തിലാണല്ലോ, 2 മർഡർ സീക്വൻസ് ആണ്, അതിലിങ്ങനെയായിരിക്കണം ലാൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ആ ഡിസൈൻ എങ്ങനെ സംഭവിച്ചത്? അത് ശരിക്കും ജിനുവിൻ്റെ തന്നെ ഡിസൈൻ ആയിരുന്നു. കാരണം എൻ്റെ അടുത്തേക്ക് കിട്ടുമ്പം എന്നോട് എഴുതുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിൽ പോലും ചിലപ്പം ഡിസ്കസ് ചെയ്യും. ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷമാണ് പുള്ളി എനിക്ക് വായിക്കാൻ തരുന്നത്. കാരണം ജിനുവിൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി അങ്ങനെയാണ്. ആ സമയത്ത് പുള്ളി തന്നെ ആലോചിച്ച് പുള്ളിയുടെ ഒരു രീതിയിലാണ് എഴുതി തരുന്നത്. അപ്പം നമുക്കത് വായിച്ചിട്ട് എന്ത് സജഷനും പുള്ളിയോട് പറയാം. നമുക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ പുള്ളി റീവർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എനിക്കിത് കിട്ടുമ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഹാഫിൽ ഈ ഇൻവെസ്റ്റിഗേഷനും സെക്കൻഡ് ഹാഫിൽ ആ ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്തും വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതിനെ മാറ്റാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് സ്ക്രിപ്റ്റിങ്ങിൽ കിട്ടിയപ്പം പിന്നെ അതിനകത്ത് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ സിനിമ എഡിറ്റിംഗ് ടേബിളിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് മാറ്റാനും നോൺ ലീനിയർ ആക്കാനും ഒക്കെ ആ സമയത്ത് നമ്മൾ ട്രൈ ചെയ്ത് ഒരു സിനിമയുടെ എല്ലാ വേർഷൻസും നോക്കുന്നവിടെ ട്രൈ ചെയ്ത് നോൺ ലീനിയർ പ്ലാൻ ഉണ്ടായിരുന്നു. നോൺ ലീനിയർ നമ്മൾ കട്ട് ചെയ്യുകയും നമ്മൾ ഫുള്ള് കാണുകയും ചെയ്തതാണ്. അതിന് ശേഷം നമ്മൾ ഈ സിനിമയല്ലായിരുന്നു നോൺ ലീനിയർ. അപ്പോൾ അതിനെ പിന്നെ നമ്മൾ വേണ്ട അതിലും ആൾക്കാർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ മിസ്സായി പോയെന്ന് വരാം നോൺ ലീനിയർ വരുമ്പം. പിന്നെ അതിനുശേഷം അത് വേണ്ടെന്നുള്ള ഡിസിഷനിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഈ ഡിസൈനിൽ തന്നെയായിരുന്നു സ്ക്രിപ്റ്റിങ് വന്നിരുന്നത്. അത് എല്ലാവരും വായിക്കുമ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ വന്നപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഒന്ന് ചിന്തിക്കുമല്ലോ, ആ രീതിയിൽ മാത്രമുള്ള ചിന്തകളെ നടന്നിട്ടുള്ളൂ. തിയേറ്റർ ഡ്രീംസിൽ ഒരാൾ സഹോദരനാണ്, രണ്ടാമത്തെ ആൾ ഇതിൻ്റെ റൈറ്ററാണ്. അപ്പം നിങ്ങളുടെ തന്നെ ഒരു ഹോം പ്രൊഡക്ഷനിലാണ് സിനിമ സംഭവിക്കുന്നത്. മറ്റേത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷൻ ഹൗസ് സരിഗമയാണ് ഉള്ളത്. ഈ പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊരു പീരിയഡ് ഡ്രാമ ചെയ്യുന്ന സമയത്ത് ഒരു ഡെബ്യൂ ഫിലിമാണല്ലോ.
ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ട് ഡാർവിന് ചെയ്യാവുന്ന സിനിമയായിരുന്നു ഇത്. തീർച്ചയായും. കാരണം വേറെ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ എന്നെ കുറച്ചുകൂടെ പുതിയൊരാളാണ്, ചിലപ്പോൾ എന്നെ അവർക്ക് അറിയില്ല, അത്രയും ട്രസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം ബ്രദർ എന്നുള്ളൊരു രീതിയിൽ പുള്ളി കുറച്ചുകൂടെയൊക്കെ എനിക്ക് ആ ഒരു ഫ്രീഡം തന്നിരുന്നു. പക്ഷേ അത് ബ്രദർ എന്നുള്ള ആ ഫ്രീഡത്തെക്കാൾ ഉപരി പുതിയ ഡയറക്ടറെ കുറച്ചുകൂടെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടാണ് എനിക്ക് തിയേറ്റർ ഓഫ് ഡ്രീംസിനെ തോന്നിയിരിക്കുന്നത്. ജിനു ഈ കാര്യത്തിൽ റൈറ്റർ പ്രൊഡ്യൂസർ ലെവലിൽ വരുമ്പോൾ എന്താണ് അതിന്റെ ഗുണവും ദോഷവും എന്താ? പുള്ളി ആ ലെവലിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ പുള്ളി പ്രൊഡ്യൂസർ എന്നുള്ള കോളിൽ പുള്ളി ഒരു രീതിയിലും നിന്നിട്ടില്ല. കാരണം ജിനുവിന് എൻ്റെ അടുത്ത് ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഇല്ലെങ്കിൽ അത് ഇവിടെ കുറേ അവിടെ പറയാൻ പറ്റത്തില്ല. അപ്പം ഡോൾവിൻ മാത്രമായിരുന്നു പ്രൊഡക്ഷൻ സൈഡിൽ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇടപെട്ടിരുന്നത്, ഡോൾവിൻ മാത്രമാണ്. അപ്പം ജിനു ഉള്ളതും എനിക്ക് ഹെൽപ്പായിരുന്നു. കാരണം ചില സമയത്ത് അത് വരുമ്പം എനിക്ക് പുള്ളിയെ കുറച്ചുകൂടെ കൺവിൻസ് ചെയ്യാനും ജിനുവിന് ഡോൾവിനോട് അത് പറയും, എനിക്കൊരു മീഡിയേറ്റർ ആയിട്ട് എനിക്ക് ഇപ്പോഴും ജിനു സാറിനെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഡോൾവിൻ ചില കാര്യങ്ങളിൽ അങ്ങനെ വലിയ പിടുത്തമൊന്നുമല്ല, ചില കാര്യങ്ങൾ അത് വേണമെന്നുള്ള ചോദ്യം വരുമ്പം എനിക്കത് ജിൻസാറിനെ കൊണ്ട് ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇതിൽ തന്നെ ഇപ്പോൾ വിനീത് തട്ടിലും പ്രമോദ് വെളിയനാണ് ഈ ക്യാരക്ടർ. നമ്മൾ നോക്കിയറിയാം അവരുടെ മുൻ സിനിമകൾ നോക്കി കഴിഞ്ഞാൽ അവർ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഒരു ഹ്യൂമർ എക്സ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് പോയിട്ട് ഒരു പ്രധാനപ്പെട്ട മൂവിൽ ഈ അരിയുടെ അളവ് പറയുന്നത്, അരിയുടെ സാധനം തീർന്ന് അവിടെയാണ് ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ നമ്മുടെ പ്യൂണുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ പറയുന്ന കൗണ്ടറുകളിൽ ഫണ്ടുണ്ട്. അതിനപ്പുറത്തൊരു ഇവരിൽ നിന്ന് ചിരി സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയെ വരുന്നില്ല. പിന്നെ ഇവരുടെ ടീം, ഒരാൾ ടീം ലീഡ് ചെയ്യുന്നു, ബാക്കി എല്ലാവരും ഒബേ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ടീം ഓഫ് ഓഫീസേഴ്സ് ആയിട്ടാണ് അവരെ പ്ലേസ് ചെയ്യുന്നത്. അത് സിനിമയ്ക്ക് ഏത് രീതിയിൽ ഗുണം ചെയ്തെന്ന് തിയേറ്ററിൽ നിന്ന് മനസ്സിലാക്കിയത്, തിയേറ്ററിൽ ഇത് കാണുമ്പോൾ ഏത് രീതിയിൽ അത് വർക്ക് ചെയ്തായി തോന്നുന്നത്? ശരിക്കും ആ ഇവർ തമ്മിലുള്ള മറ്റേ ഈ ഓഫീസേഴ്സ് തമ്മിലുള്ള ഒരു അത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ടോയ് ബ്രോയുടെ പെർഫോമൻസ് പറയുന്ന പോലെ തന്നെ ഇവർ തമ്മിലുള്ള ആ ടീമിന്റെ ആ ഒരു ബോണ്ടിങ്ങും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പ്രമോദനാണെങ്കിലും വിനീതനാണെങ്കിലും അവരുടെ ഹ്യൂമർ സിനിമകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളൂ. അതാണ്. അപ്പം അതിൽ നിന്ന് ഈ ഒരു ക്യാരക്ടേഴ്സ് വന്നപ്പം ഇവരെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ആ ഹ്യൂമർ ട്രാക്കിൽ നിന്നൊരു മാറ്റം എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തത്. പക്ഷേ അതിനുള്ള ബോണസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ പ്യൂണുമായിട്ടുള്ള സീക്വൻസിലൊക്കെ പ്രമോദൻ അത് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഹ്യൂമർ കിട്ടും. അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചിരി തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ വിനീതൻ അത് പറയുമ്പോൾ ആ ഓഡിയൻസിന് ഇവരെ അല്ലെങ്കിൽ അവരുടെ ഹ്യൂമർ ആ പാറ്റേൺ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് നമുക്കതൊരു ബോണസ് ആയിട്ട് ആ ഹ്യൂമർ അവരെ അവിടെ കിട്ടുന്നുമുണ്ട്. ഇപ്പം ഈ ത്രില്ലർ സിനിമകൾ പൊതുവെ വരുന്ന സമയത്ത് ഒരു ഹീറോയുടെ സക്സസ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സക്സസ്, അയാളുടെ മാസ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ പറഞ്ഞ സിനിമാറ്റിക് എലവേറ്റ് ചെയ്ത് കൊണ്ടുവരുമല്ലോ. ഇപ്പോൾ ഇതിൽ അങ്ങനെ ഇവർക്കൊരു ആത്മവിശ്വാസമുണ്ട്, എന്നാൽ ഇവർക്ക് ധൈര്യമുണ്ട്, ഇവർക്കൊരു പോരാട്ട വീര്യമുണ്ട്. പക്ഷെ അവർക്ക് ഒരു ഉറപ്പുമില്ല ഇത് സക്സസ് ആകുമെന്ന്. ഇപ്പം രണ്ട് കേസിന്റെയും കാര്യത്തിൽ, ആദ്യ കേസിന്റെ കാര്യത്തിൽ ആനന്ദിന്റെ ആത്മവിശ്വാസം രണ്ടാമത്തെ കേസിന്റെ കാര്യത്തിൽ ഇല്ലല്ലോ. അപ്പൊ ആദ്യം വളരെ കോൺഫിഡന്റ് ഉള്ള ഒരു ഓഫീസറാണ്. രണ്ടാമത്തെ കാര്യത്തിൽ ഓക്കെ ഞങ്ങൾ ഇതിന്റെ തിരിച്ചു കയറിയ രീതിയിൽ അവരോട് ഏറ്റവും അടുപ്പം കാണിക്കുന്ന ഒരു മുതിർന്ന ഓഫീസറോടുള്ളൊരു ആദരം എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ കേസ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ട്രാക്കിലും ഒരു ലീഡ് ക്യാരക്ടറിനെ ഒരു സ്ഥലത്ത് അപ്പ് ചെയ്തിട്ടും ഒരു സ്ഥലത്ത് ഡൗൺ ചെയ്തുമല്ല പ്രസന്റ് ചെയ്യുന്നത്. തിയേറ്ററിൽ പക്ഷേ അതിന് ഒരേ ഇമ്പാക്റ്റ് ആണല്ലോ ഉണ്ടാക്കിയത്. അത് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരുന്നു പ്രീ റിലീസിൽ തന്നെ ഇത് ഇങ്ങനെ തന്നെ വർക്കായി വരുന്നു? ഈ ഹീറോ അല്ലെങ്കിൽ ആനന്ദനാരായണൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ അതിന് ശേഷം റിലീസിന് മുമ്പുള്ള നമ്മുടെ വർക്കിൻ്റെ എല്ലാ പ്രോസസ്സിലും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പുതിയതായി കാണുന്ന കുറേ ടെക്നീഷ്യൻസ് കൂടെ വരുവാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ ടോയ് ബ്രോയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. ഇപ്പം നമ്മുടെ എഡിറ്റർ ഫസ്റ്റ് ഷെഡ്യൂളൊക്കെ തീരാറായപ്പോഴാണ് ആദ്യമായിട്ട് ലൊക്കേഷനിൽ വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് സൈജു ശ്രീധരൻ പുള്ളി അന്ന് വന്നിട്ട് അതുവരെ ഷൂട്ട് ചെയ്ത് എഡിറ്റർ അസോസിയേറ്റ് ഇരുന്നിട്ട് ഓർഡർ ചെയ്യുമല്ലോ. അപ്പോൾ അതുവരെ ഷൂട്ട് ചെയ്തത് പുള്ളി കണ്ടിട്ട് പുള്ളി ടോയ് ബ്രോയെ വിളിച്ചിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്, എനിക്ക് ക്യാരക്ടർ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്, ധൈര്യമായിട്ട് മീറ്ററിൽ തന്നെ പിടിക്കും, ഭയങ്കര രസമാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ അപ്പം തൊട്ട് മീൻസ് നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ഇമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പോയി ടോയ് ബ്രോയുടെ അടുത്ത് ഭയങ്കര രസമായിട്ടുണ്ടെന്ന് പറയുകയും ബാക്കിയുള്ളവർക്ക് അത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഒരാളെ ആദ്യം കാണുന്നത് അത് എഡിറ്ററാണ്. അപ്പോൾ എഡിറ്റർ കണ്ടപ്പോഴത്തേക്കിന് പുള്ളി അത് ഭയങ്കര രസമായിട്ടുണ്ടെന്ന് എന്നെയും വിളിച്ച് പറഞ്ഞു, ടോയ് ബ്രോയെയും വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതുവരെ ചെയ്തത് വേറൊരാൾ കണ്ടപ്പോൾ അത് ശരിയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ ടോയ് ബ്രോയുടെ ആനന്ദനാരായണൻ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യമേ തോന്നിയിരുന്നു. ഈ സന്തോഷ് നാരായണൻ ശരിക്ക് മലയാളത്തിൽ ചെയ്യുന്ന ആദ്യത്തെ വർക്കാണ്. ഈ സിനിമ കണ്ടതിന് ശേഷവും സന്തോഷ് നാരായണൻ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരുപാട് മലയാളത്തിലെ ടെക്നീഷ്യൻസും സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഈ ആഫ്റ്റർ സന്തോഷ് നാരായണൻ ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷവും എങ്ങനെ പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നത്? പുള്ളി നമ്മുടെ മൂവി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ അതിന് മുമ്പ് ഒരു തവണ ഹൈദരാബാദ് വെച്ചിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജോജോ എന്ന് പറഞ്ഞിട്ട്, ഞാനും ജോജോയും കൂടെ പോയിട്ടാണ് പുള്ളിയെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ച് പുള്ളി കമ്മിറ്റ് ചെയ്തു.
സൂം കോളിൽ വന്നിരുന്നു. അങ്ങനെ കഥ പറഞ്ഞു പുള്ളിയുടെ അടുത്ത്. അതിനുശേഷം നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് മീറ്റിംഗ് ഹൈദരാബാദ് ദസ്റ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു മൂവി നടക്കുന്ന സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, ആ തെലുങ്ക് പടത്തിൽ. അപ്പം അവിടെ പോയി പുള്ളിയെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷവും നമ്മുടെ പടം ഷൂട്ട് കഴിയാനും മറ്റേ ആ പുള്ളിയുടെ വർക്കിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. അപ്പം പുള്ളി പിന്നീട് മൂവി കാണുന്നത് നമ്മൾ അയച്ചു കൊടുത്തു പുള്ളിക്ക് ലിങ്ക്. പുള്ളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൂം കോളിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പുള്ളി പറയുന്ന പടം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും നോ പറയും എന്ന സ്പേസിലാണ് കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി കോള് കട്ട് ചെയ്തിട്ട് പോയി. അപ്പം ഞാൻ ഓർത്തു ഞാൻ എഡിറ്ററുടെ ഫ്ലാറ്റിൽ ഇരുന്നിട്ടാണ് സൂം കോളിൽ അപ്പം പുള്ളി മൂവി കാണുന്നത്. പുള്ളി മൂവി കാണുന്നു എന്ന് പറയുന്നത് അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളി അവിടെ ഇരുന്നിട്ട് സ്ക്രീനിൽ പടം കാണുന്നു, ഞാൻ സൂം കോളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നോട് എഡിറ്റർ വന്നിട്ട് ചോദിക്കും തനിക്ക് വട്ടാണോ, താൻ കട്ട് ചെയ്തിട്ട് പോകുക. കാരണം ഒരാൾ പടം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ 3 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാൾ അത് കഴിയുന്നു നേരെ കട്ട് ചെയ്തിട്ട് പോകും. ഡാർവിൻ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പോയി. 10 മിനിറ്റ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ഈ കോൾ എനിക്ക് 3/4 മണിക്കൂറായിട്ടും വരുന്നില്ല. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എഡിറ്ററോട് പറഞ്ഞു നമുക്ക് വേറൊരു മ്യൂസിക് ഡയറക്ടറെ നോക്കാം, പുള്ളി വിളിക്കുന്നൊന്നുമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പം ഞാൻ ഡബ്ബ് നടന്നുകൊണ്ടിരിക്കുക. ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ചെന്ന് കയറിയപ്പം പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തപ്പോൾ ആദ്യം പറഞ്ഞു സാർ കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് നിന്റെ ത്രില്ലർ സിനിമയെക്കാളിലും നല്ല ടെൻഷനല്ലേ ഞാനിപ്പം നിനക്ക് തന്നത്, എനിക്ക് പടം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിനക്കൊരു ടെൻഷൻ തന്നത്, നമ്മൾ പടം ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ വൈഫ് ഫോൺ മേടിച്ചിട്ട് സംസാരിച്ചു. അവരും ഒന്നിച്ചിരുന്നാണ് കണ്ടത്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്നൈക്ക് പോയിട്ട് പിന്നെയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ അതുപോലെ ഇതിൽ പിന്നെ ടൊവിനോയുടെ കാര്യം പറഞ്ഞു. ടൊവിനോ നേരത്തെ ചെയ്ത പോലീസ് ക്യാരക്ടറിൻ്റെ ഒന്നും മാനേഴ്സോ സ്റ്റൈലോ വരരുത് എന്നുള്ളത് ഇപ്പം ഒരു ആദ്യം ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഒരു കേസ് അന്വേഷിക്കുന്ന ഓഫീസറായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ ഈ പറഞ്ഞ വരായികളെ കുറിച്ച് ബോധ്യമുള്ള ഒരു തരം ഇരുത്തം വന്ന പാകം വന്ന ഒരാളായിരിക്കുന്നത്. ടൊവിനോയുടെ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ സംസാരിച്ച സമയത്ത് നിങ്ങൾ അതിലൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ഇങ്ങനെയാണ് ഈ ക്യാരക്ടർ, ആനന്ദിൻ്റെ വരവും പോക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഈ ശ്രീദേവി കേസിലേക്ക് വരുമ്പം ഇങ്ങനെയായിരിക്കും അയാൾ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളത്. 2 ഗ്രാഫിലാണല്ലോ ക്യാരക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ടോവിക്ക് ആദ്യം തന്നെ പുള്ളിയുടെ വേറൊരു ക്യാരക്ടറുമായിട്ട് ഇതിനൊരു സാമ്യം ഉണ്ടാവില്ലെന്നുള്ളൊരു കാര്യം ടോവി ബ്രോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് ഓരോ സിനിമയിലും പുള്ളി ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു ആർട്ടിസ്റ്റാണ്. അപ്പം അത് പുള്ളിയുടെ അടുത്തുനിന്ന് ആ ഒരു കാര്യം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് നമ്മുടെ ക്യാരക്ടർ ആർക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫിൽ പുള്ളി ആവേശം കൊണ്ട് ഒരു വഴി ചെന്നിറങ്ങി വലത്തേക്ക് ഒരു പെൺകുട്ടി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ടെൻഷനും കൂടാതെ ഒന്നും ആലോചിക്കാതെ വലത്തേക്ക് ഇറങ്ങും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം അയാളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ഇവിടെയാണ് ശ്രീദേവി ഇറങ്ങിയത് എന്നിട്ട് വലത്തേക്കാണ് പോയെന്ന് പറയുമ്പം അയാൾ ആ വലത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് ആലോചിക്കും. അയാൾ എന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ പോകത്തുള്ളൂ. ആ വലത്തേക്ക് ഇറങ്ങുമ്പോഴും അയാൾ ചിലപ്പം കൺഫ്യൂഷനിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അയാളുടെ ആ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് പണ്ട് അയാൾക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ലായിരുന്നു. പുള്ളിക്ക് വലത്തേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ ചേസ് ചെയ്യാന്നുള്ളതായിരുന്നു. ഇപ്പം പുള്ളി പോകുമ്പോൾ പുള്ളിയുടെ പുറകിൽ ഒരു 3 ബാധ്യതകൾ പുള്ളിയുടെ കൂട്ടത്തിലുള്ള ഓഫീസേഴ്സ് നിൽപ്പുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു ഡിസിഷൻ മാറിപ്പോയാൽ പുള്ളിയെ മാത്രമല്ല ഈ 3 പേരെ അഫക്റ്റ് ചെയ്യും ഇപ്പോഴത്തെ സ്റ്റേജിലെന്നുള്ളൊരു കാര്യം നമ്മൾ അതായിരിക്കണം ആ സെക്കൻഡ് ഹാഫിൻ്റെ ക്യാരക്ടർ എന്നുള്ളത് മാത്രമാണ് നമ്മളൊരു ക്യാരക്ടർ ആർക്ക് എന്നുള്ള രീതിയിൽ ടോവി ബ്രോയുടെ അടുത്ത് പറഞ്ഞത്. പുള്ളി അത് ഭംഗിയായിട്ട് തന്നെ അത് പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ തിയേറ്ററിൻ്റെ കാര്യത്തിൽ പ്രേമലു എന്ന് പറയുന്ന ഒരു മാസ് എൻ്റർടൈനറായിട്ട് നിൽക്കുന്നു. ഇപ്പോഴത്തെ ഒരു സ്ലോ ബേൺ സ്വഭാവത്തിലുള്ള സിനിമയാണ്. പക്ഷേ സിനിമ ഇപ്പം ഇന്നലെയാണെങ്കിലും ഇത് പാക്ഡ് ആയിട്ടാണ് തിയേറ്ററിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പോസ്റ്റ് റിലീസ് എങ്ങനെയാണ് ഇതിന് ഡാർവിൻ കാണുന്നത്? ഡാർവിൻ തിയേറ്ററിലും പോയിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പം ഞാൻ പ്രേമലു കണ്ടിരുന്നു. അത് വേറൊരു ജോണർ സിനിമയാണ്. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ജോണർ ആളുകളിലേക്ക് എത്തുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു അപ്രീസിയേഷൻ. അപ്പം നമ്മുടെ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നന്നായിട്ട് പോകുന്നു, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഭയങ്കര പോസിറ്റീവ്. അത് ശരിക്കും നമ്മുടെ ടെൻഷൻസ് ഒക്കെ മാറിയത് റിലീസിൻ്റെ അന്ന് നമ്മൾ ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ ആളുകൾ നല്ലത് പറയുമ്പം ഞാൻ നേരെ ആലോചിച്ചിട്ടുണ്ട് ഇത് നമ്മളോട് മോശം പറയാനുള്ള പേടിയോ അല്ലെങ്കിൽ നമ്മളോടുള്ള ഇഷ്ടം കൂടുതലാണോ എന്നൊക്കെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അതൊക്കെ ഞാൻ ആ സമയത്ത് ആലോചിച്ചിരുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇപ്പം ഇന്നലെ നമുക്ക് ഇൻസ്റ്റയിലും അല്ലെങ്കിൽ വിളിച്ചിട്ട് ആളുകൾ നല്ലത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ് പോസിറ്റീവ് ഭയങ്കര ഹാപ്പിയാണ്. സിനിമയിൽ തന്നെയുള്ള മുതിർന്ന ഇപ്പം എസ് എൻ സ്വാമി സാറ്, സി വി സാർ, അങ്ങനെ പലരും സിനിമ കണ്ട് നേരിട്ട് വിളിച്ചിട്ടും അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പേഴ്സണലി വിളിച്ചവരാരൊക്കെയാണ് പടം കണ്ടിട്ട്? പേഴ്സണലി ഇപ്പം സി ബി സാറും ഒക്കെ നമ്മൾ സിനിമ കണ്ടത് അല്ലെങ്കിൽ നമ്മളെ സിനിമയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള എല്ലാവരും വിളിച്ചു എന്നുള്ളതാണ്. മീൻസ് എല്ലാവരും ഞാൻ പറഞ്ഞത് എനിക്ക് അല്ലെങ്കിൽ എന്നെ മീൻസ് നമുക്ക് അറിയാവുന്ന ആളുകൾ വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പം പടം കണ്ട് പിറ്റേ ദിവസം ഷായി സാർ വിളിച്ചു. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഷായി സാർ വിളിച്ചിട്ട് ആദ്യത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഭയങ്കരമായി നല്ല പടമാണല്ലോ മോനെ, ഗംഭീരമായിട്ടുണ്ട്. ഷായി സാർ എപ്പോഴും നമ്മളെ ഒരു ബ്രദർ പ്രൊഡ്യൂസ് ചെയ്താണ് കാപ്പ. അപ്പോൾ ആ ഒരു സ്നേഹം ഭയങ്കരമായിട്ടുള്ള ആളാണ്. അപ്പം ഞങ്ങൾ വിളിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അപ്പം ഞാൻ ലാസ്റ്റ് ചോദിച്ചു സാറ് പടം കണ്ടു എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ കണ്ടില്ല, എല്ലാവരും പറയുന്നു. അപ്പം ഞാൻ ചേട്ടൻ്റെ കാണാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആനിച്ചേച്ചിയായിട്ട് വൈഫുമായിട്ട് പോകാനായിട്ടാണ്, അപ്പം വൈകിട്ട് പോകുന്നു പറഞ്ഞു. അപ്പം വൈകിട്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞ് ധൈര്യമായിട്ട്
ഇനി മുന്നോട്ട് പോകും. എന്നിട്ട് നമ്മൾ മീൻസ് ആ സ്നേഹമാണ് രാവിലെ പറഞ്ഞത്. വൈകിട്ട് പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. നീ ഒരു ടെൻഷനും വിചാരിക്കേണ്ട, നന്നായിട്ട് പോകുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭദ്രൻ സാർ എന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഭദ്രൻ സാർ എന്നെ വിളിച്ചിട്ട് നമ്മുടെ കള്ളത്തരം വേറൊരാൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം എന്നോട് നീ ഒരു ട്രിക്കി ഡയറക്ടറാണ്, ഈ പറഞ്ഞ പോലെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീ കവറപ്പ് ചെയ്തു. അപ്പം നമുക്കത് ഭദ്രൻ സാർ എന്ന് പറയുന്നത് നമ്മൾ ചങ്ങനാശ്ശേരി ചന്ത ഷൂട്ട് ചെയ്യുമ്പം ഞാനും ഗൗതവും കൂടെ പോയിട്ട് മറ്റേ സ്പടികത്തിൽ ലാലേട്ടൻ ഓടിയത് ഇവിടെ വെച്ചാണ്. അപ്പം ഞങ്ങളുടെ ലൊക്കേഷൻ മാനേജറെ കൊണ്ട് ഞങ്ങൾ പോയിട്ട് നമ്മുടെ ലൊക്കേഷൻ കാണുന്നതിനേക്കാൾ ഉപരി സ്പടികത്തിൻ്റെ ഈ സീക്വൻസ് എവിടെയാണ് ഷൂട്ട് ചെയ്തത്, ഇതൊക്കെയാണ് നമ്മൾ പോയി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മുടെ ഓർമ്മ കിടക്കുന്ന സ്പടികൻ സിനിമ അല്ലെങ്കിൽ ഭദ്രൻ സാറാണ്. അപ്പോൾ ഭദ്രൻ സാർ വിളിച്ചിട്ട് ഭയങ്കര രസമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ടാണ്, എൻ്റെ നമ്പറൊന്നുമില്ല. അപ്പം ഒരു ദിവസം ഇവിടുന്ന് നമ്പർ തപ്പിയെടുത്തിട്ട് വിളിച്ചതാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ടോയ് ബ്രോയുടെ നമ്പർ വാങ്ങിയിട്ട് ടോയ് ബ്രോയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പം ഭയങ്കര മീൻസ് അങ്ങനെ ആളുകൾ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര ഒരു എനിക്ക് പോസ്റ്റ് റിലീസ് അതുകൂടി ഒരു ഹാപ്പിനെസ് ആണല്ലേ ഈ പറയുന്ന മുതിർന്ന ഫിലിം മേക്കേഴ്സ് വിളിക്കുന്നു, അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ വരുന്നു എന്നുള്ളത്. അതെ, ശരിക്കും പോസ്റ്റ് റിലീസ് എങ്ങനെയാണ്? ഇപ്പം ഡാർവിൻ്റെ ഫസ്റ്റ് പടമാണല്ലേ, എങ്ങനെ ഇപ്പം കാതും കണ്ണങ്ങനെ തുറന്നു വെച്ചിരിക്കുമോ? എന്താണ് ഇപ്പം തിയേറ്ററിൽ നിന്ന് എന്ത് വരുന്നു? കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രദർ പ്രൊഡ്യൂസറാണ്. ഫീഡ്ബാക്കുകളെ എങ്ങനെയാണ് സമീപിക്കുക? ഫീഡ്ബാക്കുകൾ എനിക്ക് റിലീസിന് മുമ്പുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കണ്ട സിനിമ തന്നെയാണോ ആളുകൾക്ക് കിട്ടുന്നതെന്നുള്ളൊരു ടെൻഷൻ, ആ ഒരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ വലിയ ടെൻഷൻസ് എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത്, നല്ലത് പറയുമ്പോൾ തീർച്ചയായും സന്തോഷമുണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ ആളുകൾ വിളിച്ച് പറയുകയും മെസ്സേജ് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഇത് നമ്മുടെ സിനിമയെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ അങ്ങനെ നോക്കാറില്ല. മറ്റുള്ള സിനിമകളെയും പറ്റി ഞാൻ അതിന് ശേഷം പോയി ഇതുവരെ തിയേറ്ററിൽ വന്നിട്ടുള്ള എല്ലാ സിനിമകളും കാണുകയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്തിട്ടുള്ളൂ. പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ ആകുമ്പം ഇടയ്ക്ക് ഞാൻ ഈ പറയുന്നത് നമ്മുടെ പടം ലാഭമായോന്ന് മാത്രം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ പ്രോഫിറ്റിലേക്ക് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ടെൻഷൻ എന്നെ സംബന്ധിച്ചിട്ട് മാറി. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ ഞാൻ അങ്ങനെ, അത് വേറൊന്നുമല്ല, ചിലപ്പം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഭയങ്കര സക്സസിലും അല്ലെങ്കിൽ ഫെയിലിയറിലും വലിയ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ കാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം ബ്രദർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ സീനിയർ ആയിട്ടുള്ള കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കാനൊക്കെ ഉള്ളത് ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ പറയുന്ന കുറേ എക്സ്പീരിയൻസുകൾ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ കയറിയതായിരിക്കും. അപ്പം റിലീസിന് ശേഷം പടം ഓടണം, നല്ല അഭിപ്രായം വരണം, കാരണം നല്ലൊരു സിനിമ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കിട്ടിയതിൽ സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് അന്വേഷിക്കാറ്, അല്ലെങ്കിൽ അത് എന്താണ് കാതും തുറന്നു വെച്ചിട്ട് നമ്മുടെ സിനിമയെ പറ്റി എന്ത് പറയുന്നു അങ്ങനെ നോക്കാറില്ല. ഈ തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെ ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പടം ബസൂക്കയാണല്ലോ. ബസൂക്കയെ കുറിച്ച് എനിക്കൊന്ന് മമ്മൂക്ക തന്നെ ഒരു പ്രസ് മീറ്റിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഗെയിം ത്രില്ലറാണെന്നൊക്കെ പറഞ്ഞു. ഡോൾവിൻ അതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ. എന്താ ബസൂക്കയുടെ ഒരു അപ്ഡേറ്റ് എന്താ പറയാവുന്നത്? ബസൂക്ക ഇപ്പം ലാസ്റ്റ് ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അവർ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റായി. അപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. ഈ മാസം അവസാനത്തോട് ഷൂട്ട് കഴിയും. ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് മേ ബി ഇനി അതിൻ്റെ ഒരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കി വർക്കുകളൊക്കെ കഴിഞ്ഞു. മമ്മൂക്കയുടെ ഷൂട്ട് കഴിഞ്ഞായിരുന്നു. ഗൗതം സാറിൻ്റെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക കണ്ടിരുന്നു അന്വേഷിപ്പിൻ? മമ്മൂക്ക അറിയില്ല എനിക്ക്. മീൻസ് അങ്ങനെ ബ്രദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ മമ്മൂക്ക അഭിനയിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം അത് മാത്രമാണ് എനിക്ക് പ്രൊഡക്ഷൻ ഹൗസുമായിട്ടുള്ള എനിക്കുള്ള മമ്മൂക്കയുള്ള ബന്ധം. അതിനപ്പുറം നമ്മൾ മമ്മൂക്കയുടെ ഫാൻ ബോയ് ആയിട്ടുള്ള ആളാണ്. മമ്മൂക്കയായിട്ടുള്ള വേറെ കോൺടാക്റ്റുകൾ കണ്ടോ അതൊന്നും അറിയില്ല. അടുത്ത സിനിമ എങ്ങനെയാണ്? ആദ്യം ആലോചിച്ച സിനിമയാണോ ഇനി വരാൻ പോകുന്നത്? അതെ, അടുത്ത പ്ലാൻ എന്താണ്? ഇപ്പോൾ ഇനി കോൺഫിഡൻസ് ആയല്ലോ അടുത്ത പടം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ആലോചിച്ച സിനിമ ആകില്ല, കാരണം അത് ഞാൻ ആലോചിക്കുന്ന സമയത്ത് തന്നെ ജിനു എന്നോട് അത് ചില പ്രശ്നങ്ങളുണ്ട്, സെക്കൻഡ് ഹാഫ് ഇത്തിരി പാടാണ്, അല്ലെങ്കിൽ മീൻസ് അത് വേണ്ട ആ സിനിമ എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ആണ് ഞാനത് വർക്ക് ചെയ്ത് നോക്കിയത്. ഇപ്പം അതായിരിക്കത്തില്ല, പക്ഷേ 1-2 പരിപാടികൾ പ്ലാനിങ് ഉണ്ട്. അങ്ങനെ ഏതാണെന്നുള്ളതൊന്നും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം ഇതൊരു റിസ്ക് കൂടിയാണല്ലോ, ഒരു എക്സ്പെരിമെൻ്റൽ റിസ്ക് ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയേറ്റർ ഡിസൈനർ, അതായത് തിയേറ്ററിൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ പരീക്ഷണം വിജയിച്ചു നോക്കുക. ഒരു സ്ലോ പേസ് ഉണ്ട്, ഒരു സ്ലോ ബേൺ ആണ്. പിന്നെ ഈ പറഞ്ഞ ഒരു പീരീഡ് ഡ്രാമ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒറിജിനാലിറ്റി ആ സമയത്തോട് പുലർത്തിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു ഹീറോ സൂപ്പർ കോപ്പ് മോഡലല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഏത് തരം സിനിമയായിരിക്കും? എന്താണ് അങ്ങനെ ഒരു കംഫർട്ടബിൾ? ഇതിപ്പം പ്രൂവൺ ചെയ്ത സിനിമയ്ക്ക് ഇതേ മോഡൽ ചെയ്യാനാണോ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ മാറി പിടിക്കാനാണോ? എന്താ ഡാർവിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയായിരിക്കും? ഇപ്പം മനേഷേട്ടൻ പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമയിൽ അങ്ങനെ ഒരു ഭയങ്കര പരീക്ഷണമെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ടൈറ്റിൽ ചെയ്യുന്ന ആളുടെ അടുത്ത് ഞാനൊരു ഐഡിയ പറഞ്ഞപ്പോൾ പുള്ളി ഇത് വർക്കൗട്ട് ആവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെച്ചോ, കാരണം ആദ്യത്തെ പടമാണ്, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ മേലായിരുന്നു, എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു പറഞ്ഞ് നമുക്ക് തടി ഊരാന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ഇപ്പം നമ്മുടെ പടത്തിൽ അങ്ങനെ ടൈറ്റിൽ കാർഡ് വന്നിട്ടില്ല. വചനപ്പെട്ടിയിലാണ്. ഇപ്പൊ ഇടവേള എന്ന് പറയുന്നതും നമ്മൾ എഴുതി വെച്ചേക്കുന്നത്
അങ്ങനെ പെട്ടെന്ന് ഒരു മാറ്ററിലേക്ക് മാത്രം പെട്ടെന്ന് ശ്രദ്ധ പോകുന്ന രീതിയിലല്ല പലയിടത്തും ട്രീറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ പടം തീർന്ന് ആ ടെയിലിൻ്റെ സീനും കഴിഞ്ഞിടത്ത് വേണമെങ്കിൽ ടൈറ്റിൽ കാണിക്കാം എന്നുള്ള അഭിപ്രായം പടം നടക്കുന്ന ലാസ്റ്റ് വർക്കിന്റെ സമയത്തും അതിന് ശേഷമൊക്കെ പലരും പറഞ്ഞിരുന്നു. അപ്പോഴും എന്നെ അത് കഴിഞ്ഞിട്ട് പടം കഴിഞ്ഞിറങ്ങിയിട്ട് ഒരു ഡയറക്ടർ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടുപോയതാണ്. സത്യം പറയാൻ നമ്മളത് വേണ്ടാന്ന് വെച്ചാൽ അപ്പോൾ ഫസ്റ്റ് പടത്തിൽ അങ്ങനെ ഞാനും പറഞ്ഞു നമുക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലായ്മയായിരുന്നു എന്ന് പറഞ്ഞ് തടി ഊരാന്നുള്ളതായിരുന്നു വെച്ചിരുന്നത്. അപ്പം അടുത്ത പടം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇപ്പം നമ്മളൊരു പടം ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ചെയ്ത സിനിമ അതിന് മുമ്പായിട്ട് ഞാനൊരു മാസ് പടമായിരുന്നു ജിനുവായിട്ട്. ശരിക്കും കടുവയ്ക്ക് മുമ്പായിട്ട് ജിനു സാറ് ആ സമയത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. പിന്നെ ഈ സംഭവിച്ച സിനിമ ഇതായിരുന്നു. ഇപ്പോഴും ഈ പറയുന്ന പോലെ ഹ്യൂമറും മാസ് സിനിമകളും ഒക്കെ തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ള ജോണറുകൾ. അപ്പം മുന്നോട്ട് അതുപോലുള്ള സിനിമകൾ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത സിനിമ എന്നുള്ള രീതിയിൽ. ഈ ഫെബ്രുവരി മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഗംഭീരമായ ഒരു മാസമായിട്ടാണ് കാണുന്നത്. മലയാള സിനിമയിൽ ഇപ്പം അന്വേഷിപ്പിനാണെങ്കിലും ഭ്രമയുഗാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും പ്രേമലു ആണെങ്കിലും തിയേറ്ററിൽ അതായത് ഡിഫറെൻറ്റ് ജോണേഴ്സ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്ത് ആ സിനിമയിലൊക്കെ ഒരു പാക്ഡ് ഓഡിയൻസിന് എത്തിക്കാൻ പറ്റി എന്നുള്ളത്. അപ്പം എന്തായാലും ഭയങ്കര ഗംഭീരമായിട്ടുള്ള പടമായിട്ട് ഇനിയും വരട്ടെ, അടിപൊളിയായിരിക്കട്ടെ. താങ്ക് യു.